വലിയ സിനിമാക്കാരനായതുകൊണ്ടും സർവോപരി സംഖ്യയായതുകൊണ്ടും എന്ത് കോമാളിത്തരം പറഞ്ഞാലും എന്ത് ഗോഷ്ടി കാണിച്ചാലും അതൊക്കെ സംഖ്യക്കുഞ്ഞുങ്ങൾ വലിയ ആഘോഷമാക്കി പ്രചരിപ്പിച്ചുകൊള്ളും എന്ന ധാരണ സുരേഷ് ഗോപിക്കുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പൊളിഞ്ഞു വീണു. ഗൌരവമുള്ള വിഷയത്തിനിടയിൽ കൈകൊണ്ട് ഗോഷ്ടി കാണിക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപിക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള DMK അംഗം കനിമൊഴി നൽകിയ മറുപടി മാസായിരുന്നു. വലിയ ആളാവാൻ നോക്കി ആസായി മാറിയ സുരേഷ് ഗോപി. ஆமா நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க அதே நிலைமை தான் விரிச்சுட்டாங்க கையை விரிச்சுட்டாங்க സെൻട്രൽ യൂണിയൻ ഗവൺമെന്റ് നമ്മളെ பார்த்து கையை വിരിക്കறாங்க. ദുരന്ത നിവാരണ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിൽ കേരളത്തെയും തമിഴ്നാടിനെയും ഒക്കെ ബാധിക്കുന്ന ഗൌരവമുള്ള വിഷയമായിരുന്നു കനിമൊഴി ഉയർത്തിക്കാട്ടിയത്. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ തമിഴ്നാടിനെയും കേരളത്തിനെയും ഒക്കെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ് എന്ന് കനിമൊഴി ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായ സുരേഷ് ഗോപി ഭരണപക്ഷ ബെഞ്ചിലിരുന്ന് കോമാളിത്തരം കാട്ടിയത്. കൈമലർത്തി കാണിച്ച സുരേഷ് ഗോപിയോട് നിങ്ങൾ ഇപ്പോൾ കൈമലർത്തി കാണിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാരും കേരളത്തോടും തമിഴ്നാടിനോടും ഒക്കെ കൈമലർത്തി കാണിക്കുകയാണ് എന്ന സൂപ്പർ മറുപടിയാണ് കനിമൊഴി നൽകിയത്. സ്വന്തം സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി മറ്റൊരു സംസ്ഥാനത്തു നിന്നുള്ള ലോക്സഭാംഗം വലിയ ശബ്ദമുയർത്തുമ്പോഴെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനെ കളിയാക്കാൻ സുരേഷ് ഗോപി നടത്തിയ ശ്രമത്തിനെതിരെ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് ശബ്ദമുയരുകയും ചെയ്തു. எங்க பக்கத்துல இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான். ஆமா நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க அதே நிலைமை தான் விரிச்சுட்டாங்க கையை விரிச்சுட்டாங்க. சென்ட்ரல் யூனியன் கவர்மெண்ட் நம்மளை பார்த்து கையை விரிக்கிறாங்க.